ജനങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്ന അപേക്ഷയാണ്. ഏതാണ്ട് സമാനമായ ഒരു അപേക്ഷയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിലല്ല, നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ YMCA പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ ധൈര്യവും എൻ്റെ ബലവും. 2032 ആലുവ YMCA ശതാബ്ദി ആഘോഷിക്കുകയാണ്. 1932 ആരംഭിച്ച് ഒരു വലിയ ലെഗസിയുടെ ഭാഗമായി എനിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹിത്വത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട്. 2007 ഞാൻ ആലുവ YMCAയിൽ വരുന്നത്. ഒരു ഇൻഡിപെൻഡൻസ് ഡേ കോമ്പറ്റീഷന് സഹായിക്കാനായിട്ട് VLX വിളിച്ചു, വന്നു. അതിൻ്റെ അടുത്ത വർഷം YMCA അംഗമായി, ജോയിൻറ്റ് സെക്രട്ടറിയായി. അന്തരിച്ചുപോയ ശ്രീ PV കോശി പ്രസിഡൻ്റായിരുന്ന കാലത്ത് സെക്രട്ടറിയായി. പിന്നീട് ഒരു കാലയളവിന് ശേഷം VLXൻ്റെ സെക്രട്ടറിയായി. പിന്നീട് ഈ കഴിഞ്ഞ വർഷം ഷാമിൻ്റെ സെക്രട്ടറിയായി. ഈ കഴിഞ്ഞ കാലങ്ങളെത്രയും ഞാൻ YMCA പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആളാണ്. കാരണം ഇതിൻ്റെ ഒരു എക്യുമെനിക്കൽ സ്വഭാവം തന്നെയാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചും അടുപ്പിച്ചും നിർത്തുന്നത്. വിവിധ ക്രൈസ്തവ വിശ്വാസങ്ങളിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ, വൈദികർ, തിരുമേനിയെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾ, ഇവരെല്ലാവരെയും കാണാനും പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും എല്ലാം ഒരവസരങ്ങൾ കിട്ടിയത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ YMCA ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, 2032 ശതാബ്ദി ആഘോഷിക്കേണ്ട ഒരു YMCAയുടെ ഒരു പാത എവിടെയാണ് തുടങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഒരു ദീർഘകാലത്തെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കരുതൽ ധനവും തയ്യാറെടുപ്പുകളും എല്ലാം വേണം. അത് എന്ന് ആരംഭിക്കണം എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാലം, സമയം എപ്പോഴാണ് എന്ന് മനസ്സിലുറപ്പിക്കണം. നമുക്ക് ഒട്ടേറെ ശക്തികളായി നമ്മുടെ അംഗങ്ങളുണ്ട്. വിമൻസ് ഫോറം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ മക്കളായ യൂണിവൈ അംഗങ്ങൾ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ നമ്മുടെ പൊന്മുത്തുകളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വഴിതെറ്റിപ്പോകുന്ന മക്കളുടെ പേരിലുള്ള വിലാപം കേൾക്കുന്ന കാലമാണ്. ഈ ഒരവസരത്തിലാണ് യൂണിവൈ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രസക്തി. അവരെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പഠിപ്പിനിടയിൽ ഇതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ഒട്ടേറെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതിനുള്ള പിൻബലം എല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ റിച്ച് മാക്സിൻ്റെ പിൻബലം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തികൾ പലരും തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നതാണ്. അവർക്ക് വേണ്ടി കുറേ അധികം സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂണിവൈയുടെ കൺവീനറായിരിക്കുന്ന കുരുവിള മാത്യു, നമുക്കതിനുള്ള പിൻബലം എല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ റിച്ച് മാക്സിൻ്റെ പിൻബലം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തികൾ പലരും തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നതാണ്. അവർക്ക് വേണ്ടി കുറേ അധികം സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂണിവൈയുടെ കൺവീനറായിരിക്കുന്ന കുരുവിള മാത്യു പ്രസ്ഥാനത്തിന് വേണ്ടി എത്രയോ സമയമാണ് ചെലവഴിക്കുന്നത്. അദ്ദേഹത്തെ എത്രയോ ശ്ലാഘനീയമായി എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ വിമൻസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് വിപുലമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലും കാരണം പലർക്കും പല അസൗകര്യങ്ങളും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഷീല മാത്യു തന്നെ പറയുകയുണ്ടായി, കാരണം വിമൻസ് ഫോറത്തിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. നമുക്ക് ആലുവ YMCAയുടെ കീഴിലുള്ള വിമൻസ് ഫോറം ഏറ്റവും ശക്തമായിട്ട് നിന്നാൽ മതി. ആലുവ YMCAയ്ക്ക് പുറത്ത്
റീജിയൻ സബ് റീജിയൻ തലങ്ങളിലൊന്നും പ്രവർത്തനം നമുക്കില്ലെങ്കിൽ തന്നെയും ഒട്ടേറെ നല്ല കാര്യങ്ങൾ ആലുവ YMCAയുടെ കീഴിൽ നിന്നുകൊണ്ട് വിമൻസ് ഫോറത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ സമയവും പലർക്ക് ജോലിയുണ്ട്, വീട്ടുജോലികളുണ്ട്, പല ജോലികളുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് YMCAയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയളവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ മുൻപേയുള്ള നേതാക്കൾ ശ്രീ ഷാജി കുര്യൻ, ശ്രീ പുത്തൻപീടിയ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. നേരത്തെ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ YMCA, ഏറ്റവും നല്ല YMCA, കേരളത്തിലെ ഏറ്റവും നല്ല YMCA, ഇത്തരം പ്രോത്സാഹനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി കൊണ്ടുപോകുക എന്ന് പറയുന്ന വലിയൊരു കടമ മാത്രമേ നമുക്കുള്ളൂ. അത് ഏറ്റവും എളുപ്പം നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് ആരും ഒന്നിനും പുറകോട്ട് പോകുന്നില്ല. ആലുവ YMCAയ്ക്ക് അതുപോലെ തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലൊരു കൊയറുണ്ട്. ഇതെല്ലാം എല്ലാവരും അതിനുവേണ്ടി സമയം കണ്ടെത്തി മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പിൻബലത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ കഴിവിലുള്ള വിശ്വാസമല്ല, നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസമാണ് എൻ്റെ ഒരു ഫലവും അതുപോലെ തന്നെ എൻ്റെ പ്രചോദനവും. അതുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും അത് എന്നോട് നേരിട്ടും എല്ലാവരെയുമൊക്കെ ആ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഒരു സംഘം ഇവിടെ YMCAയുടെ ഒരു പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത്, ആലുവ YMCAയുടെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് നേതൃത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അംഗങ്ങളല്ല, YMCAയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ പ്രവർത്തനം ഉണ്ടാകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതുപോലെ ഒരു അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു പ്രവർത്തന വർഷം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും എല്ലാവർക്കും നിർത്തുന്നു.